അതായത് വീട്ടിലെ തന്നെ അല്ലെങ്കിൽ സ്കൂളിലെ തന്നെ കോളേജിലെ മറ്റു സ്ഥലങ്ങളിൽ കളിസ്ഥലങ്ങളിൽ തുടങ്ങി എല്ലാ ലെവലിലും മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കി പെരുമാറേണ്ടത് അത്യാവശ്യമാണ്. അവരോട് കരുണയും സഹാനുഭൂതിയും പ്രകടിപ്പിക്കേണ്ടത് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. ഒരു ഉദാഹരണത്തിന് ക്ലാസ്സിലൊരു കുട്ടിയുടെ കാര്യം മോനോ മോളോ വന്ന് പറയുകയാണ്. ആ കുഞ്ഞിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടത്തിയേക്കുവാണ് എന്ന് പറയുമ്പോൾ കുഞ്ഞിനോട് ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയും നമുക്ക് ഹോസ്പിറ്റലിൽ പോയൊന്ന് കാണണ്ടേ, ആ മോനെ അല്ലെ ആ മോളെ നമുക്ക് വീട്ടിലോട്ടൊന്ന് വിളിച്ച് തിരക്കാം എങ്ങനെയുണ്ട് എന്ന് തുടങ്ങി ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ അങ്ങനെ മറ്റുള്ളവരോടൊരു കരുണയും സഹാനുഭൂതിയും കാണിക്കാൻ വേണ്ട ട്രെയിനിങ് നേരത്തെ തന്നെ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ വീട്ടിൽ സഹായത്തിന് നിൽക്കുന്നവരോട് എത്രയധികം കരുണയും സ്നേഹവും കാണിക്കുന്നു, അത്രമാത്രം നമുക്ക് തിരിച്ച്